ഹരേ കൃഷ്ണ. മഹാബലി ചരിതം നമ്മൾ തുടരുകയാണ്. എന്തു ദാനമാണ് വാമനന് വേണ്ടതെന്ന് മഹാബലി ചോദിച്ചപ്പോൾ തനിക്ക് സമാധാനമായി ഇരുന്നു കൊണ്ട് ഈശ്വരധ്യാനം ചെയ്യുവാൻ 3 അടി മണ്ണ് മാത്രം മതിയെന്ന് വാമനൻ പറഞ്ഞു. 3 അടി മണ്ണ് ഒന്നിനും തികയില്ലെന്നും അതിൽ കൂടുതൽ ആവശ്യപ്പെടുവാൻ മഹാബലി പറഞ്ഞു. പക്ഷേ വാമനന് 3 അടി മണ്ണ് മാത്രം മതിയായിരുന്നു. ഈ മുമ്പിൽ നിൽക്കുന്ന ആൾ സാധാരണക്കാരനല്ലെന്നും സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും ശുക്രാചാര്യന് മനസ്സിലായി. മഹാബലിയോട് ഈ കാര്യം ശുക്രാചാര്യർ പറഞ്ഞപ്പോൾ, അത് നാരായണനാണെങ്കിൽ കൂടിയും ഞാൻ സന്തോഷത്തോടുകൂടി ഈ ദാനം നൽകുമെന്നും മഹാബലി പറഞ്ഞു. ഉദകദാനം ചെയ്യുവാൻ വേണ്ടി വെള്ളം കൊണ്ടുവരുവാൻ തൻ്റെ ഭാര്യയായ വിന്ധ്യാവലിയോട് മഹാബലി പറഞ്ഞു. ആ ദാനത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ശുക്രാചാര്യർ ആ കിണ്ടിയുടെ അഗ്രഭാഗത്ത് ഒരു കരടായി ഇരുന്നു കൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു. അത് മനസ്സിലാക്കിയ ഭഗവാൻ ഒരു ദർഭപ്പുല്ലുകൊണ്ട് ആ കരടിനെ നീക്കം ചെയ്തപ്പോൾ ശുക്രാചാര്യരുടെ ഒരു കണ്ണ് നഷ്ടമായി. മഹാബലിയെ ശപിച്ചുകൊണ്ട് ശുക്രാചാര്യർ അവിടെ നിന്നും അപ്രത്യക്ഷനായി. അതിനുശേഷം ഭഗവാൻ ഒരടി കൊണ്ട് ഭൂമിയെയും മറ്റേ അടി കൊണ്ട് സ്വർഗത്തെയും അളന്ന് മാനം മുട്ടെ വളർന്നു. 3-ാമത്തെ അടി എവിടെ വെക്കുമെന്ന് മഹാബലിയോട് ചോദിച്ചപ്പോൾ, ഭഗവാനെ, എൻ്റെ അപരാധം ക്ഷമിക്കണമെന്നും താൻ അഹങ്കാരത്തിൽ മതിമറന്നുവെന്നും അങ്ങാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടാവെന്ന് ഞാൻ മറന്നുപോയെന്നും പറഞ്ഞ് മഹാബലി 3-ാമത്തെ അടി തൻ്റെ ശിരസിൽ വെച്ചുകൊള്ളുവാൻ ഭഗവാനോട് പറഞ്ഞു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.